പിയാസുനിൽ നേരത്തെ തയ്യാറാവുകയാണ് BJP. 50 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഒരുപക്ഷെ നേരത്തെ BJP പുറത്തുവിട്ടേക്കാം. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരാണ്. അതിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു എന്നുള്ളതാണ്. അവിടെ നേമത്ത് മണ്ഡലത്തിലായിരിക്കും രാജീവ് ചന്ദ്രശേഖർ ഇക്കുറി മത്സരിക്കുക. അതേപോലെ നേരത്തെ മത്സരിച്ച കുമ്മനം രാജശേഖരനെ ആറന്മുളയിലേക്ക് മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതടക്കം 11 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാമതെത്തിയത്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, പുതുക്കാട്, ഇരിങ്ങാലക്കുട വോട്ട് വിഹിതം ഉയർത്തിയ മണ്ഡലങ്ങളുമുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കി പ്രവർത്തനം ശക്തമാക്കുമെന്നറിയുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ആ മണ്ഡലങ്ങളിലേക്ക് നിയോഗിച്ച് മണ്ഡലങ്ങളിൽ പരിചയമുണ്ടാക്കി മണ്ഡലങ്ങളിൽ പിടിക്കാനാണോ BJPയുടെ തീരുമാനം? പിയ സുനിൽ. അരുൺ, ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.24% വോട്ടാണ് BJP പിടിച്ചത്. ഒരുപക്ഷെ 10% വോട്ട് കൂടി അല്ലെങ്കിൽ 15% വോട്ട് കൂടി BJPക്ക് പിടിക്കാനായാൽ കേരളം BJP ഭരിക്കും എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. 15% വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 10% വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 5% വോട്ട് BJP വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മറിയും എന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുക. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ട് പാറ്റേൺ വലിയ വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പോലെ ആയിരിക്കില്ല വോട്ടർമാർ, ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. കാരണം കേരളത്തിൽ UDF, LDF അതാണ് കേരളത്തിലെ ഒരു സർക്കാർ സംവിധാനങ്ങൾ. അതിനപ്പുറത്തേക്ക് BJP എന്നൊരു സാധ്യത ഇതുവരെയും കേരളത്തിലെ വോട്ടർമാരുടെ ചിന്തകളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അത്തരമൊരു സാഹചര്യം വേണമെങ്കിൽ ഉരുത്തിരിഞ്ഞു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് BJP വിലയിരുത്തുകയാണ്. അതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. 19.24% എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം മോശം വോട്ട് വിഹിതമല്ല. മാത്രമല്ല, രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തിയത്. തൃശൂരിലെയും തിരുവനന്തപുരത്തെയും മണ്ഡലങ്ങളിൽ തൃശൂരിൽ മണലൂരിൽ 61,196 വോട്ടാണ് BJP പിടിച്ചത്. അതായത് 8,013 വോട്ടിന്റെ ലീഡാണ് ആ മണ്ഡലത്തിൽ BJP നേടിയത്. അതുപോലെ തന്നെ ഒല്ലൂരെടുത്താൽ 58,996 വോട്ട്, 10,363 വോട്ടിന്റെ ലീഡ്. തൃശൂരിൽ 55,057 വോട്ട്, 14,117 വോട്ടിന്റെ ലീഡ്. നാട്ടികയിൽ 66,854 വോട്ട് പിടിച്ചപ്പോൾ 13,945 വോട്ടിന്റെ ലീഡാണ് അവിടെ BJP നേടിയത്. ഇരിങ്ങാലക്കുടയിലാണെങ്കിൽ 59,515 വോട്ട് നേടിയപ്പോൾ 13,016 വോട്ടിന്റെ ലീഡ് BJP നേടി. പുതുക്കാട് മണ്ഡലത്തിൽ 62,635 വോട്ട് നേടിയപ്പോൾ 12,692 വോട്ടിന്റെ ലീഡ് BJP നേടി. അപ്പോൾ നോക്കൂ, ഇനി തിരുവനന്തപുരം മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ തന്നെ 10,000-നടുത്തോ 10,000-ന് മുകളിലോ BJP ലീഡ് നേടുന്ന സാഹചര്യം ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. കോവളത്ത്, അതുപോലെ തന്നെ വർക്കലയിൽ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. 5,114 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും BJP 30,000 മുതൽ 40,000 വരെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ശ്രമിച്ചാൽ അവിടെ വോട്ട് ശതമാനം ഉയർത്താനാകും എന്ന പ്രതീക്ഷ BJP വെച്ചു പുലർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഈ വോട്ട് ശതമാനത്തിൽ ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെയൊക്കെ പ്രത്യേക സാഹചര്യമാണ് തൃശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കി കൊടുത്തത് എങ്കിൽ പോലും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകൾ ആ മണ്ഡലങ്ങളിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ BJPക്ക് വേണമെങ്കിൽ ഇവർ വീണ്ടും വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. അത് തീർച്ചയായും BJP പ്രയോജനപ്പെടുത്താൻ വലിയ നീക്കം മാസങ്ങൾക്ക് മുൻപേ തുടങ്ങുന്നു. തീർച്ചയായിട്ടും ജെയ്സൺ ചാമളപ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ ചാമളപ്പിൽ, തിരുവനന്തപുരം പോലെ തന്നെ BJPക്ക് ഇക്കുറി വലിയ പ്രതീക്ഷകൾ നൽകുന്നത് തൃശൂർ മണ്ഡലമാണ്.
തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിങ്ങിന്റെ അതേ പാറ്റേൺ നിയമസഭയിൽ ഉണ്ടാകും എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് കരുതുക വയ്യ. എങ്കിൽ പോലും തൃശ്ശൂരിൽ 1-2 സീറ്റുകൾ ചുരുങ്ങിയ പക്ഷം തൃശ്ശൂരെങ്കിലും പിടിക്കുക എന്നത് BJP സംബന്ധിച്ചൊരു വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അവിടെ അതിനു വേണ്ടുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തും. സുരേഷ് ഗോപിയും അവിടെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അവിടെ ശോഭാ സുരേന്ദ്രന്റെ പേര്, അതേപോലെ അനീഷിന്റെ പേര്, ഒപ്പം ഗോപാലകൃഷ്ണന്റെ പേര്, MT രമേശിന്റെ പേരൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ലോക്സഭയുടെ ട്രെൻഡ് ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണോ BJP തൃശ്ശൂരിലും? അരുൺകുമാർ, BJP സംസ്ഥാനത്ത് ശക്തി പ്രാപിച്ചു വന്ന ആദ്യ കാലങ്ങളിൽ തിരുവനന്തപുരമായിരുന്നു പ്രധാനമായും BJPയുടെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ രാഷ്ട്രീയ പരീക്ഷണശാലിയാക്കി BJP തൃശ്ശൂരിനെ മാറ്റി. അതിലവർ വിജയം കണ്ടു എന്ന് മാത്രമല്ല 75,000-നോളം അടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപി നേടി എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. ഇടത് വലത് മുന്നണികളെ ഒരുപോലെ ഞെട്ടിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇടതു കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ചോർന്നു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ഇടതുപക്ഷത്തിന് കഴിഞ്ഞുള്ള എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് ശക്തി കേന്ദ്രങ്ങളായ നാട്ടികയും ഒല്ലൂരും ഉൾപ്പെടെയുള്ള സകല സ്ഥലത്തു നിന്നും CPIയുടെയും CPMന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ഒലിച്ചു പോകുന്നത് നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പക്ഷേ അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതയുണ്ടായിരുന്നു. മറ്റു പല ഘടകങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അതേപോലുള്ള ഒരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് BJP. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ നേരത്തെ രഞ്ജിത്തും അതുപോലെ തന്നെ സുനിലും സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം പതുക്കെ ആരംഭിച്ചു എന്നത് വ്യക്തമായ സൂചനകൾ നൽകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിലെ പൂർണ്ണ ചുമതല നൽകിയിരിക്കുന്നത് MT രമേശിനാണ്. കോഴിക്കോട് നിന്നും തൃശ്ശൂരിലെത്തിയ MT രമേശ് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അതിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാക്കുക, എല്ലാവരുടെയും മുഖപരിചയം നേടിയെടുക്കുക, മറ്റു രാഷ്ട്രീയമായ മതസാമുദായിക ശക്തികളുമായി നല്ല ബന്ധമുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 8 മാസം മുൻപ് MT രമേശ് തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. MT രമേശ് തന്നെയാണ് ഒട്ടുമിക്ക സാധ്യതകളും വെച്ച് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. ശോഭാ സുരേന്ദ്രനും തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം എവിടെയാണോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയത് ആ സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രന് തൃശ്ശൂരിൽ വലിയ സാധ്യതകൾ, ജയസാധ്യത കാണുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ് പ്രധാനമായും തൃശ്ശൂർ കേന്ദ്രീകരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ പല ലൈവുകളിലും പറഞ്ഞതാണ്, 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും തൃശ്ശൂരായിരിക്കും ഇത്തവണ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുക. തൃശ്ശൂർ പിടിക്കുക എന്നതാണ് പ്രധാനമായി അവർ ലക്ഷ്യമിടുന്നത്. മറ്റെല്ലായിടത്തും ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിയുമായിരിക്കും. പക്ഷേ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ കാര്യത്തിൽ ഒന്നും പറയാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൃശ്ശൂര്, വട്ടിയൂർക്കാവ്, ഈ മണ്ഡലങ്ങൾ, കോന്നി, ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകും എന്നാണ് അറിയുന്നത്. മറ്റു മണ്ഡലങ്ങളിലും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ്. K. സജീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. K. സജീഷ്, ഇതുവരെയും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയും 6 മാസം മുമ്പ് അവരുടെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തുവിടില്ല. പക്ഷേ എന്നാൽ ഇതാ BJP ഇത് ചരിത്രത്തിലാദ്യമായി നേരത്തെ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾക്ക് സജീവമാകാനുള്ള അവസരമൊരുക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അത് അർത്ഥത്തിൽ BJPയുടെ ഒരു പുതിയ ഇലക്ഷൻ സ്ട്രാറ്റജിയല്ലേ K. സജീഷ്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരുങ്ങി തന്നെ സർവ്വസജ്ജമായി മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടാക്കിയ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് 2010 മുതൽ 2024 വരെയുള്ള BJPയുടെ വോട്ട് ശതമാനത്തിൻ്റെ ഗണ്യമായ വർധനവും ഇതിൻ്റെ സൂചകമാണ്. 2010 10% മാത്രമുള്ളപ്പോൾ 2016 അത് 11%, 2019 15%, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും BJPയുടെ വിലയിരുത്തൽ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ തോതിലുള്ള വിജയം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. നേരത്തെ ജേസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ജില്ലയിൽ ഗുരുവായൂർ ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിലും BJPയാണ് ലീഡ് നേടിയത്. തിരുവനന്തപുരത്ത് 5 പ്രധാനപ്പെട്ട LDF കേന്ദ്രങ്ങളിലും BJP ലീഡ് നേടി. അങ്ങനെ നോക്കുമ്പോൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സർവ്വസജ്ജമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ
തന്നെ സ്ഥാനാർത്ഥി സാധ്യതകൾ പരിഗണിക്കുക. അതോടൊപ്പം തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിക്കില്ല. വളരെ പ്രധാനപ്പെട്ട BJPക്ക് സ്വാധീനമുള്ള വളരെ പ്രധാനപ്പെട്ട 25 അല്ലെങ്കിൽ 50 മണ്ഡലങ്ങളിൽ മാത്രം പൂർണ്ണ സജ്ജരായി പ്രവർത്തിക്കുക. അവിടങ്ങളിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കുകയും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. അതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കരുത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി BJP വളരെ സൂക്ഷ്മമായുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തവണ തൃശ്ശൂരും തിരുവനന്തപുരവും കോർപ്പറേഷനിൽ പിടിക്കും എന്നതാണ് BJPയുടെ ഉറച്ച വിശ്വാസം. ഒപ്പം തന്നെ കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ 2ാം സ്ഥാനത്തെത്തും എന്നും അവർ പറയുന്നു. മാത്രമല്ല ഏതാണ്ട് 15,000-ഓളം വാർഡുകളിൽ വിജയം, ഏതാണ്ട് 45ഓളം പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക. ഇതിങ്ങനെ വളരെ ബൃഹത്തായ ഒരു പദ്ധതി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് വാർഡ് തലത്തിൽ തന്നെ BJP പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ട് പ്രത്യേക കമ്മിറ്റികൾ തന്നെ പുതിയ നേതൃത്വം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വലിയ തോതിലുള്ള വിജയം വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പാലമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.